മൈക്ക് ധരിക്കാതിരിക്കുക, പകൽ കിടന്നുറങ്ങുക, പവർ ടീമിന്റെ വാക്കുകൾ ധിക്കരിക്കുക, ടാസ്കുകളിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക, നിയമങ്ങൾ ലംഘിക്കുക, അതോടൊപ്പം തന്നെ പുറത്തെ കാര്യങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്ന് പറയുക, വാണിംഗ് കിട്ടിയ ശേഷവും വീണ്ടും അത് ആവർത്തിക്കുക. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആൺമണിയുടെയും അൻസിബയുടെയും നിഷേധാത്മക നിലപാടുകൾ, ബിഗ് ബോസിനോടും ലാലേട്ടനോടും റെസ്പെക്റ്റ് ഇല്ലാതെയുള്ള പെരുമാറ്റം, അതുപോലെ നിയമലംഘനങ്ങൾ, ഇതെല്ലാം ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും വാക്കുകൾ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ത് വന്നാലും ശാന്തമായിരിക്കില്ല. അതിനുറപ്പാണ് ഈ കഴിഞ്ഞ വീക്കിൽ സംഭവിച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വൈൽഡ് കാർഡുകളടക്കം 19 പേരെയും എയറിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആഴ്ച നമ്മുടെ ലാലേട്ടൻ വരുന്നത്. ഉറപ്പായും 19 പേരെയും എടുത്ത് പിഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനു മാത്രമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിട്ടുള്ളത്. പലരെയും വലിച്ചു കീറാനും അതുപോലെ തന്നെ പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ പുറത്തു കൊണ്ടുവരാനും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എടുത്തു പറഞ്ഞ് അതിനുള്ള ശിക്ഷ നൽകുവാനും വേണ്ടി ആണ് നമ്മുടെ ലാലേട്ടൻ ഈ ആഴ്ച എന്തായാലും എത്തുന്നത്. അതുപോലെ തന്നെ ചെറുത് വലുത് എന്നില്ലാതെ എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ഈ ഒരു വീക്കിൽ വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് പറഞ്ഞത് കേൾക്കാതെ വീണ്ടും വീണ്ടും വാണിങ്ങുകൾ വാങ്ങിച്ചു കൂട്ടിയ എല്ലാവർക്കും എതിരെ വലിയ രീതിയിലുള്ള ശിക്ഷകൾ തന്നെ അവിടെ നമ്മുടെ ലാലേട്ടൻ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. സീക്രട്ട് ഏജന്റ് അടക്കമുള്ള ആളുകൾ പലതവണ വാണിംഗ് കൊടുത്തിട്ടും അത് കേൾക്കാതെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നല്ല രീതിയിലുള്ള തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. സീക്രട്ട് ഏജന്റ് ഒക്കെ വൈൽഡ് കാർഡായിട്ട് വന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പുറത്തുനിന്ന് എല്ലാം കണ്ട് നിരീക്ഷിച്ച് വരുന്ന സമയത്ത് ഇവിടെ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണെന്നും ആ വ്യക്തി പൂർണ്ണമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് അറിഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങൾ വന്ന് പറയുന്നത് അത്ര വലിയ രീതിയിലുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. അത് എടുത്തു കൊടുക്കാനുള്ള ചാൻസ് ഉള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ജാൻമണി, അൻസിബ എന്നിവരെയും ലാലേട്ടൻ എടുത്തു കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പല സീസണുകളിലായി പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഇത്രയും വാണിംഗ് കൊടുത്ത ശേഷവും വീണ്ടും വീണ്ടും അത് അനുസരിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ബിഗ് ബോസിനും ലാലേട്ടനും അത് വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് റെസ്മിനെ പോലെയുള്ള ആളുകൾ റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിൽ പെരുമാറിയത് പുറത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലാലേട്ടനെ പോകുന്ന സമയത്ത് ജാസ്മിൻ എഴുന്നേറ്റ് നിൽക്കാതെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളെല്ലാം ലാലേട്ടൻ നോട്ട് ചെയ്ത് വെക്കുകയും പലതവണ പറയുകയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് കാർഡ് വന്ന ശേഷവും അതിനെ പറ്റിയിട്ട് വലിയ ചർച്ച തന്നെ അകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിലും എന്തായാലും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകുമെന്നതിൽ ഉറപ്പാണ്. എന്തായാലും ഇന്ന് രാത്രി വലിയ രീതിയിലുള്ള ഒരു തീപ്പൊരി തന്നെ ഇടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇന്ന് രാത്രി ആരൊക്കെ എയറിൽ പോകുമെന്നും ആരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും.